ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് സർവശക്തനായ ഈശ്വരനോടാണ്. നിങ്ങൾ ഈ രീതിയിൽ എത്താനും ഇന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഇവിടെ ഡോക്ടറായി തുടങ്ങാനും ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് സർവശക്തനായ ഈശ്വരനാണ്. നിങ്ങൾക്ക് നല്ല ഒരു ജന്മം നൽകി, ആരോഗ്യമുള്ള ശരീരം നൽകി, പഠിക്കാൻ ബുദ്ധിശക്തി നൽകി, സ്നേഹനരായ മാതാപിതാക്കളെ നൽകി, പിന്നെ സർവോപരി പഠിക്കാൻ നിസാറുണ്ടാക്കിയ ഈ NYL അക്കാഡമിയും കയറ്റി. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഡോക്ടർമാരായി തീരുന്നത്. നിങ്ങൾ ഡോക്ടർമാരായി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം ഈശ്വര കൃപയാണ്. വെല്ലൂർ മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും മുകളിൽ ഒരു സെന്റൻസ് കൊത്തിവെച്ചിട്ടുണ്ട്. ഡോക്ടർ ട്രീറ്റ്സ് ബട്ട് ഗോഡ് ഹീൽസ് എന്നാണ് വെല്ലൂർ മെഡിക്കൽ കോളേജിന്റെ മുദ്രാവാക്യം. ഓരോ ഡോക്ടർമാരും അത് അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ അറിവ് കൊണ്ടോ നിങ്ങളുടെ സാമർഥ്യം കൊണ്ടോ അല്ല ഒരു രോഗി സുഖപ്പെടുന്നത്, അവിടെ ഈശ്വരന്റെ അത്ഭുതകരം പ്രവർത്തിക്കണം. അതുകൊണ്ട് ആദ്യമായി ഈശ്വരനോട് നന്ദി പറഞ്ഞിട്ട് വേണം നിങ്ങളുടെ ഡോക്ടർ പ്രൊഫഷൻ ആരംഭിക്കാൻ. രണ്ടാമതായി നിങ്ങളുടെ മാതാപിതാക്കളോടാണ് നിങ്ങൾ നന്ദിയുള്ളവരാവേണ്ടത്. അവർ വളരെ കഷ്ടപ്പെട്ട് നിങ്ങളെ പഠിപ്പിച്ച് ഇവിടം വരെ എത്തിച്ചതുകൊണ്ടാണ് നിങ്ങൾക്കിന്ന് ഡോക്ടർമാരാവാൻ പറ്റിയത്. രജിത് കുമാറിന്റെ പ്രസംഗങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രസംഗമാണ്. മാതാപിതാക്കളോട് കുട്ടികൾ എങ്ങനെയാണ് പെരുമാറണം എന്ന് പറയുന്ന ഒരു പ്രസംഗമാണ്. പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ പലരും കരയുന്നത് ആ വീഡിയോയിൽ കാണാൻ പറ്റും. മാതാപിതാക്കൾ ആരാണെന്ന് വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കില്ല. അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും അതിലൊരാൾ മറ്റേയാളേക്കാൾ ചെമ്മകളാണ്. അത് നിങ്ങളുടെ അമ്മയാണ്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ അപ്രത്യക്ഷമാവാൻ പല മാർഗങ്ങളുണ്ട്. അവന് സ്വച്ഛന്ത മുക്തി വഹിക്കാം, വല്ലവരും നിങ്ങളെ കൊല്ലാം, ആക്സിഡന്റിൽ മരിക്കാം, സ്വയം ആത്മഹത്യ ചെയ്യാം. പക്ഷേ ഭൂമിയിലേക്ക് വരാൻ ആകെ ഒരു മാർഗമുണ്ട്, അമ്മയുടെ ഗർഭപാത്രം. വേറെ ഒറ്റ മാർഗമില്ല. നിങ്ങളെ ഈ രീതിയിലാക്കാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ആളും നിങ്ങളുടെ അമ്മയാണ്. അതുകൊണ്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞ് അങ്ങോട്ട് പോയി അച്ഛന്റെ അമ്മയോടും നന്ദി രേഖപ്പെടുത്തണം. അമ്മയുടെ കാലെ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കണം. ആ മാതാപിതാക്കളോടുള്ള നന്ദിയോടും കൂടി മാത്രമേ നിങ്ങൾ ഈ പ്രൊഫഷൻ തുടങ്ങാവൂ. നാലാമതായി നിങ്ങൾ ഈ NYL അക്കാഡമിയോട് പ്രത്യേകം നന്ദിയുള്ളവരാകണം. ഇതുപോലൊരു അക്കാഡമി ഇവിടെ ആരംഭിച്ച് അംഗീകൃതമായ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരാൻ ഈ സ്ഥാപനം ഇല്ലായിരുന്നു, നിങ്ങൾക്ക് കഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഡോക്ടർ നിസാറിനോടും നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരോടും വളരെ ശ്രദ്ധാപൂർവ്വം നന്ദി രേഖപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ ഈ പ്രൊഫഷനിൽ തുടങ്ങാൻ. അപ്പൊ ഈ നന്ദികൾ രേഖപ്പെടുത്തിയ ശേഷം നിങ്ങൾ ഈ പ്രൊഫഷനിലേക്ക് പ്രവേശിക്കുക. ഈ പ്രൊഫഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ പ്രത്യേകം നിങ്ങൾ ചില കാര്യം അറിഞ്ഞിരിക്കണം. ഡോക്ടർമാരെ പറ്റി ലോകത്തിൽ ആദ്യത്തെ നിയമം ഉണ്ടാക്കിയത് ഒരു 4500 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലെ ഫറോ ആയിരുന്ന പ്രസിദ്ധനായ ഫറോ ആണ്, ബെജോസർ. അദ്ദേഹം ഈജിപ്തിലെ വലിയ പിരമിഡ് ഇംഹോട്ടബിനെ കൊണ്ട് പണിയിച്ച ചക്രവർത്തിയാണ്. അദ്ദേഹം ഒരു കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഞാൻ മരിക്കുമ്പോൾ എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടറെ എന്നോടൊപ്പം പിരമിഡിനകത്ത് സംസ്കരിച്ചിരിക്കണം എന്നുള്ളതാണ് നിയമം. പല പേഷ്യൻസും പറയുക നിയമം ഇപ്പോഴും നടപ്പാക്കിയ വളരെ നല്ലതായിരുന്നു. കാരണം ഡോക്ടറുടെ ആയുസ് ഈ രോഗി ജീവിച്ചിരിക്കുന്നവരേ ഉള്ളൂ. ഫറോ എപ്പോ മരിക്കുന്നോ ഡോക്ടർക്ക് അറിയാം, എന്റെ കാറ്റിൽ പോയത് തന്നെ. അതുകൊണ്ട് തന്നെ ഫറോ മരിക്കാതിരിക്കാൻ വേണ്ടി ഡോക്ടർ രക്തസക്തമായി ട്രീറ്റ് ചെയ്തിരുന്നു. അപ്പൊ ലോകത്തിൽ ആദ്യമായി ഉണ്ടാക്കിയ നിയമം ഡോക്ടർമാർക്ക് അനുകൂലമോ പ്രതികൂലമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ ഒരു ഡോക്ടർ ആവുന്നത് അയാളുടെ കഴിവുകൊണ്ടോ ആ സ്ത്രീയുടെ കഴിവുകൊണ്ടോ മാത്രമല്ല. അത് വളരെ കൃത്യമായി ചരകൻ അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ ചരകൻ സംഹിതയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു ഡോക്ടർ ആവണമെങ്കിൽ 4 ഘടകങ്ങൾ വേണം. ആദ്യം ഡോക്ടർക്ക് നിപുണത വേണം. ഡോക്ടർ ജോലിയെ പറ്റിയുള്ള അറിവ് സമഗ്രമായിട്ട് വേണം. രണ്ടാമത് ട്രീറ്റ് ചെയ്യുന്ന മുറി, രോഗിയെ ട്രീറ്റ് ചെയ്യുന്ന മുറി നല്ല ശുചിയുള്ള ശക്തമായ മുറിയായിരിക്കണം. 3, ഡോക്ടറുടെ കയ്യിലുള്ള ഇംപ്ലിമെന്റ്സ് വളരെ നന്നായിരിക്കണം. 4ാമത് ചരകം പറയുന്നു എ ഫീമെയിൽ നേഴ്സ് ഹാസ് ടു ബി ദെയർ. എന്തിനാണ് ഈ ഫീമെയിൽ എനിക്ക് അറിഞ്ഞൂടാ. ചരകം പറയുന്നതാണ് ഡോക്ടർ എഫക്റ്റീവ് ആവുന്നതിന് 4 ഘടകങ്ങൾ വേണം. ആദ്യമേ ഡോക്ടർക്ക് നിപുണത വേണം. 2, ഡോക്ടർ ട്രീറ്റ് ചെയ്യുന്ന മുറി പ്രോപ്പർ ആയിരിക്കണം. 2, ഡോക്ടർ ട്രീറ്റ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് വളരെ കറക്റ്റ് ആയിരിക്കണം. സർജറി ചെയ്യാൻ പോകുന്ന എക്യുപ്മെന്റ്സ് തെറ്റാണെങ്കിൽ അപകടമാണ്. ഇപ്പൊ പല ഡോക്ടറും സർജറി കഴിഞ്ഞ് പിന്നെ സർജറി ചെയ്യുന്ന സാധനം ഗർഭപാത്രത്തിനകത്ത് വെച്ചിട്ട് രോഗിയെ ഇറക്കി വിടുന്ന പരിപാടിയുണ്ട്. പക്ഷെ ആ ഇംപ്ലിമെന്റ്സ് കറക്റ്റ് ആയിരിക്കും. 4 ഫീമെയിൽ നേഴ്സ് വേണം. എന്ന് പറഞ്ഞാല് രോഗിയെ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ രോഗിക്ക് അത് ശുശ്രൂഷയാണെന്ന് തോന്നാൻ
ആ രീതിയിലെ സ്നേഹമയമായ ട്രീറ്റ്മെന്റാണ്. ഈ 4 ഘടകങ്ങൾ ഒത്തുചേർന്നെങ്കിൽ ഒരു ഡോക്ടറാവാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ